മറ്റു ചില സിനിമകളുടെ കഥയുമായിട്ട് സാമ്യം കാരണം ചില സിനിമകൾക്ക് പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതുപോലെ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയുമായി സാമ്യമുള്ളത് കൊണ്ട് മറ്റൊരു സംവിധായകൻ്റെ ഒരു സിനിമയ്ക്ക് ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചതും തുടർന്നുണ്ടായ ചില രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഹ്യൂമർ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു സംവിധായകനാണ് തുളസിദാസ്. തുടക്കാലത്ത് നമുക്കറിയാം മിമിക്സ് പരേഡും കൗതുക വാർത്തകൾ പോലത്തെ സിനിമകൾ, മുകേഷ്, സിദ്ദിഖ്, ജഗദീഷൊക്കെ പോലെയുള്ള നടന്മാരെ വെച്ച് സിനിമകൾ ചെയ്ത്, പിന്നീട് ജയറാമിനെ വെച്ചും മോഹൻലാലിനെ വെച്ചൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. 96 തുളസിദാസ് ശശിധരൻ ആറാട്ടുവഴി എന്ന് പറയുന്ന എഴുത്തുകാരനായിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അവർ ജയറാമിനെ വെച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ എഴുത്തും കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ഒരു ഷൂട്ട് തുടങ്ങാൻ ഏകദേശം ഒരു മാസം അത്രേ ഉള്ളൂ. അപ്പോൾ ഇവരതിൻ്റെ മ്യൂസിക് കമ്പോസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് SP വെങ്കടേഷ് സംഗീത സംവിധായകൻ, ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവരെല്ലാം സെറ്റാക്കി. എന്നിട്ട് ഇവർ ഈ SP വെങ്കടേഷിനെയും പുത്തഞ്ചേരിനെയൊക്കെ ഒരുമിച്ച് വിളിച്ചിരുത്തി ഈ സിനിമയുടെ കഥയും ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റും സിറ്റുവേഷൻസ് ഒക്കെ സംവിധായകനും എഴുത്തുകാരനും അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നമുക്കറിയാം ഒരു പ്രൊസീജിയർ. അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അതിൻ്റെ പ്രൊഡ്യൂസറെ പുറത്തേക്ക് വിളിച്ചു. കല്ലിയൂർ ശശി എന്ന് പറയുന്ന ഒരു വലിയൊരു അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ് ആ ഒരു സിനിമയുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ. വേറൊരു PM ബഷീർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ട്, അദ്ദേഹവും ആണ് അതിൻ്റെ മറ്റൊരു പ്രൊഡ്യൂസർ. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞു, കഥയൊക്കെ കേട്ടു, ഇതിലൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ ഉടനെ തുടങ്ങാൻ പോകുന്നത്, ഇവർ തന്നെ നെക്സ്റ്റ് ഡേ എന്തോ തുടങ്ങാൻ പോവുകയാണ്, ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഒരു സിനിമയുമായിട്ട് ഈ സിനിമയുടെ കഥയ്ക്കൊരു സാമ്യമുണ്ട്. അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കഥ ഫുൾ കേട്ടതാണ്. അപ്പോൾ അതും ഇതും ഒരേപോലെ ആയി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയ്ക്ക് ശേഷമായിരിക്കും ഷൂട്ടും നടക്കുന്നത്, റിലീസ് ചെയ്യാനും പോണത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് നമുക്കതൊന്ന് ക്ലാരിറ്റി എടുത്തേക്കും സത്യൻ അന്തിക്കാടിനെ വിളിച്ചിട്ടെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ സത്യൻ അന്തിക്കാടിനെ വിളിച്ചു. സത്യൻ അന്തിക്കാടിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയുടെ കഥയും കേട്ടു. ഇവരുടെ കഥയും കൂടി കമ്പയർ ചെയ്തപ്പോൾ കുറേ ഭാഗങ്ങളിലൊക്കെ ഒരു സാമ്യതയുണ്ട്. അപ്പോൾ പിന്നെ സത്യൻ അന്തിക്കാട് ഉടനെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞാൽ ഇവർക്ക് കഥ മാറ്റാം എന്ന് പറഞ്ഞ് ഇവരിരുന്ന് കുറേ ചർച്ചയൊക്കെ ചെയ്ത് ശശിധരൻ ആറാട്ടുവഴി വേറൊരു കഥ രൂപപ്പെടുത്തി, ഒരു കൊട്ടാരമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ. അപ്പോൾ ജയറാമിൻ്റെ ഒക്കെ ഡേറ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെ ജയറാമിൻ്റെ അടുത്ത് പോകുന്നു, ചെന്നൈ പോകുന്നു, ജയറാമിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞു, ജയറാം ഓക്കെ പറയുന്നു. ആ ഒരു സിനിമയാണ് പിന്നീട് സൂപ്പർ ഹിറ്റായി മാറി ഇന്ന് നമ്മൾ കണ്ട് ഒരുപാട് ചിരിക്കുന്ന കിലുകിൽ പമ്പരം എന്ന് പറയുന്ന സിനിമ. നമുക്കറിയാം കിലുകിൽ പമ്പരം ഒരു വക്കീലായിട്ടാണ് ജയറാമിൻ്റെ ഗുമസ്തനായിട്ട് ജഗതി ശ്രീകുമാർ, ഇവരൊരു കൊട്ടാരത്തിൽ റിസീവറായിട്ട് പോകുന്നതും അങ്ങനെയൊക്കെയുള്ള തമാശയാണ്. ആ സിനിമയുടെ 80% കൊട്ടാരത്തിനാണ്. നമുക്കറിയാം കുറേ നമ്മൾ ചിരിച്ചിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ട്. അതിൽ ഇന്ദ്രൻസിൻ്റെ കോമഡി ഉണ്ട്, കുറേ പേരുണ്ട് അതിൽ. അപ്പോൾ ഇവർ ഒരു കൊട്ടാരം വേണം. അപ്പോൾ ഇവർക്ക് കൊട്ടാരമൊക്കെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് വിചാരിച്ച പോലെ കൊട്ടാരവും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടിയില്ല. അങ്ങനെ ഇവർ അന്വേഷിച്ചിട്ട് കുതിരമാളിക എന്ന് പറയുന്ന ആ ഒരു കൊട്ടാരമാണ്. അവിടെ അതുവരെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവർ അവിടെ പോയി പല പൊളിറ്റീഷ്യൻസ് വഴിയൊക്കെ പലരും ട്രൈ ചെയ്യും തോന്നുന്നു. അങ്ങനെ ആരൊക്കെയോ വഴി റെഫറൻസിലൊക്കെ റെക്കമെൻഡേഷനൊക്കെ കിട്ടി അവിടെ പോയി സംസാരിച്ച് അവിടുത്തെ രാജാവിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അവർ അങ്ങനെ പെർമിഷൻ കൊടുത്തു. അപ്പോൾ അവർ പെർമിഷൻ കൊടുത്തപ്പോൾ പറഞ്ഞു ഇവർ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ വെജിറ്റേറിയൻ ഫുഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, മദ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവർ വെച്ചു. പക്ഷേ വളരെ സ്മൂത്തായിട്ട് ഇവർക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അതായത് അവിടെ കുറേ ആർട്ട് വർക്കൊക്കെ ഇവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ വേണ്ടിയിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ കൊട്ടാരത്തിൽ തന്നെ അവിടെ അധികം ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരുന്ന കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ആ പ്രോപ്പർട്ടീസൊക്കെ ഇവർക്ക് കിട്ടി. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവർ വിചാരിച്ചത്തേക്കാട്ടും സ്മൂത്തായിട്ട് ഇവർക്ക് ഷൂട്ടിംഗ് ഒക്കെ തീർക്കാൻ പറ്റി. ആ സിനിമയിൽ നമുക്ക് സോങ്സും രസകരമായിട്ടുള്ള സോങ്സാണ്. SP വെങ്കടേഷിൻ്റെ സോങ്സാണ്. ഭയങ്കര ഹ്യൂമറാണ് ആ സിനിമ. അപ്പോൾ ഇവർ മെജോറിറ്റി സീൻസും കൊട്ടാരത്തിൽ തന്നെ ആയതുകൊണ്ട് ഈ കൊട്ടാരത്തിലേക്ക് അകത്തോട്ട് അങ്ങനെ പബ്ലിക്കിനൊന്നും അങ്ങനെ പെട്ടെന്ന് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഷൂട്ടിംഗ് ഒക്കെ സ്മൂത്ത് ആവാൻ ഒരു കാരണം അതും കൂടിയായിരുന്നു. കാരണം നമുക്കറിയാം ഒരു പബ്ലിക് ഏരിയയിലോ അല്ലെങ്കിൽ പബ്ലിക്കിനൊക്കെ ആക്സസ് ഉള്ള ഈ സിനിമ ഷൂട്ടിംഗ് നടക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇടിച്ചു കയറി വരാറുണ്ട്. പലപ്പോഴും ഷൂട്ടിംഗ് മുടങ്ങുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അത് കാരണം ഇവർക്ക് വളരെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ആസ്വദിച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. ആ ഒരു സിനിമ 96 എനിക്ക് തോന്നുന്നു ഒരു ജനുവരിയിലാണ് തോന്നുന്നു ആ സിനിമ ഇറങ്ങുന്നത്. ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സിനിമയും തിയേറ്ററിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു ഭൂപതിയാണ് തോന്നുന്നു അങ്ങനെ ഒരു സിനിമയും കൊണ്ടുവരുന്നത്. പക്ഷേ ഈ സിനിമ അന്ന്
സൂപ്പർ ഹിറ്റ് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് 100 ദിവസം എ സെന്റേഴ്സിലും പിന്നീട് ബി സെന്റേഴ്സിലും സി സെന്റേഴ്സിലൊക്കെ ഓടിയ സിനിമയാണ്. ജയറാം തുളസിദാസിന്റെ അതിനു മുമ്പും ജയറാം തുളസിദാസ് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഹിറ്റാണ്. മിന്നാമിനിങ്ങിന് മിന്നും കെട്ട് എന്ന് പറയുന്ന സിനിമയൊക്കെ തുളസിദാസിന്റെ സിനിമ 95-ലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. 96-ലാണ് ഈ സിനിമ ജയറാമിനെ വെച്ച് ചെയ്യണത്. ഇന്നും ടി വിയിൽ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സത്യൻ അന്തിക്കാടിന്റെ ആ ഒരു കഥയുമായിട്ട് സാമ്യം ഉള്ളത് കൊണ്ട് ഇവര് പെട്ടെന്ന് തട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ് ഈ കിലുകിൽ പമ്പരം. അന്ന് ഇവർ ആലോചിച്ചിരുന്ന ആ കഥ ഏതായിരുന്നു എന്ന് അറിയില്ല. പിന്നെ സത്യൻ അന്തിക്കാടിന്റെ ആ ഒരു കഥ സാമ്യമാണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കഥ ഏതാണെന്നുള്ളത് ഇത് ആക്ച്വലി ഇതിന്റെ പ്രൊഡ്യൂസർ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പരാമർശിച്ചു പോയ ഒരു കാര്യമാണത്. അപ്പോൾ ഏതാണ് ആ ഒരു സത്യൻ അന്തിക്കാട് സിനിമ എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയവും കാര്യങ്ങളും ഒരു ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ തൂവൽ കൊട്ടാരമാണോ അറിയില്ല. നിങ്ങൾക്ക് അത് അറിയുമെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക. അതുപോലെ കിലുകിൽ പമ്പരം എന്ന് പറയുന്ന ഒരു സിനിമയും നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമയെ കുറിച്ചും ഇപ്പം ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെയും രസകരമായിട്ടുള്ള ഇതിൻ്റെ കഥകളും നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക.